IPL 2026 ഇന്ന് മുംബൈ ഇന്ത്യൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ അതിവാശിയേറിയ ഒരു മത്സരം നടന്നു. സ്കോർ 200 കടന്ന ആ ഒരു സ്കോറിൽ ആദ്യം ബാറ്റ് ചെയ്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. അജിങ്ക്യ രഹാനെ, അങ്കരീഷ് രഘുവംശി, അതുപോലെ തന്നെ എന്താ പറയാ റിങ്കു സിംഗ്, അങ്ങനെയുള്ള ബാറ്റ്സ്മാൻമാരുടെ എല്ലാം തകർപ്പൻ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ടീം സ്കോർ എവിടം വരെ എത്തി? 220 റൺസാണ് എടുത്തത്. അതിന്റെ കൂടെ മുംബൈ ഇന്ത്യൻസിനായിട്ട് ഷാർദുൽ ഠാക്കൂർ 3 വിക്കറ്റ് എടുത്തത്. അദ്ദേഹം തന്നെയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് വന്നിരിക്കുന്നത്. കൊൽക്കത്തയുടെ ബാറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രീതിയിലും എന്താ പറയുക, പിടി കൊടുക്കാത്ത രീതിയിലായിരുന്നു. രഹാനയുടെ ബാറ്റിംഗ് ഒരു രക്ഷയില്ലായിരുന്നു. മാരക ബാറ്റിംഗ് ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. പുള്ളി ക്ലാസും മാസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ബാറ്റിംഗ് സ്റ്റൈലാണ് അജിങ്ക്യ രഹാനയുടെ. കാരണം അത് മാത്രമല്ല, അദ്ദേഹമാണ് ഇപ്പോഴത്തെ നമ്മുടെ എന്താ പറയുന്നത് കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ. പിന്നെ കാമറൂൺ ഗ്രീനിന്റെ വക ഒരു 10-18 റൺസ് വന്നിരുന്നു. എന്നാലും എങ്ങനെ പോയാലും അടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. രഘുവംശിയുടെ ബാറ്റിൽ നിന്ന് കുറ്റൻ അടികളൊക്കെയാണ് വന്നിരുന്നത്. എന്തായാലും എന്താ പറയുക, അവസാന നിമിഷം റിങ്കു സിംഗിന്റെ ആഞ്ഞടിയും കൂടെ ആയപ്പോഴത്തേക്കും സ്കോർ ബോർഡ് 220 എത്തി. പിന്നെ ഇടയ്ക്കൊന്ന്, അതായത് നമ്മുടെ ഷർദുൽ തക്കൂർ ഒന്ന് ബോളിങ് കുറച്ച് നല്ല ടൈറ്റ് ചെയ്ത സമയത്ത് കൊൽക്കത്ത ഒന്ന് സ്ലോ ആയിരുന്നെങ്കിൽ പോലും സ്കോർ ബോർഡ് 220 കഴിഞ്ഞ് ഭയങ്കര ബാറ്റിംഗ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മുംബൈ ഇന്ത്യൻസ് അങ്ങോട്ട് കയറിയത്. മുംബൈക്ക് വേണ്ടിയിട്ട് രോഹിത് ശർമ്മയും റിയാൻ റിക്കൽട്ടണും കൂടെ കയർന്ന് പടപ്പം ബാറ്റിംഗ് ആയിരുന്നു നടത്തിയത്. തീപാറും ബാറ്റിംഗ്, ഒരു രീതിയിലും ഒരു ലൂപ്പ് ഹോളും ഇല്ലാത്ത രീതിയിൽ തലങ്ങും ബലങ്ങും ആട്ടി 6ഉം 4ഉം തലങ്ങും ബലങ്ങും. റിക്കൽട്ടൺ ആയിരുന്നു കൂടുതൽ അപകടകാരി. ഏകദേശം 81 റൺസോ മറ്റോ റിക്കൽട്ടൺ എടുത്തു. രോഹിത് ശർമ്മ 78 റൺസ് എടുത്തു. രോഹിത് ശർമ്മയൊക്കെ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ ജയത്തിനോട് അടുത്തെത്തി കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരുടെയും വിക്കറ്റ് പോയത്. അതാണ് ഏറ്റവും നമുക്ക് ചിന്തിക്കേണ്ട കാര്യം. കാരണം ഒരു ബോളർക്ക് ഒരു അവസരം പോലും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിംബാബ്വേയുടെ മുസർബാനി എന്ന് പറയുന്ന ബോളറൊക്കെ വന്നിട്ട് നല്ല ഹൈറ്റുള്ള ബോളറാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ കണ്ടിട്ട് തന്നെ ഒരു ബാറ്റിംഗ് പിച്ചായിട്ടാണ് തോന്നുന്നത്. ബോളർമാർക്ക് ഒരു രീതി പോലും എന്താ പറയുന്നത്, ഒരു അനുകൂലം ഇല്ലാത്ത രീതിയിലായിരുന്നു ആ പിച്ചിന്റെ ഒരു ഘടന തന്നെ. എന്തായാലും രോഹിത് ശർമ്മ ഒരു രക്ഷയില്ല. എന്തിനിപ്പോ വിരമിച്ചു എന്നാണ് ആലോചിക്കുന്നത് രോഹിത് ശർമ്മയൊക്കെ. പിന്നെ നമുക്ക് ചിന്തിക്കുമ്പം വേറൊരു കാര്യമുണ്ട്, അടുത്ത തലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുത്തു എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ എന്നതാന്ന് പറഞ്ഞാലും നല്ല ഒന്നൊന്നര ബാറ്റിംഗ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ മേല. മാത്രമല്ല പുള്ളിയുടെ ഫിറ്റ്നസും പക്കയായി പോകുന്നു. വെയിറ്റ് എല്ലാം കുറച്ച് ആള് നല്ല എന്താ പറയുക, നല്ല അത്യാവശ്യം ഫിറ്റ് ആയിട്ടുണ്ട്. മാത്രമല്ല അതുപോലെ തന്നെ റയാൻ റിക്കൽട്ടൺ അപകടകാരിയായിട്ടുള്ള ബാറ്റ്സ്മാൻ, ഒരു രക്ഷയില്ല കേട്ടോ. മാരക അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലങ്ങും വിലങ്ങും അടി. വരുൺ ചക്രവർത്തിയൊക്കെ വന്ന് ബോൾ ചെയ്തിട്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ബാറ്റിംഗ് ആയിരുന്നു രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്താ പറയുന്നത് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് വീണത്. അതൊരു കിടുക്കൻ ക്യാച്ച് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പ്ലെയറുടെ പേര് ഓർക്കുന്നില്ല, പക്ഷെ ഒരു അത്യാവശ്യം ഓടി വന്ന് പുറകോട്ട്, അതായത് ബാക്കിലോട്ടാണ് അദ്ദേഹം ഓടി ചെന്ന് ഡൈവ് ചെയ്ത് പിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് പോയത്. അപ്പോഴത്തേക്ക് രോഹിത് ശർമ്മ 78 റൺസ് അടിച്ചു. റിക്കൽട്ടനുമായിട്ട് നല്ലൊരു പാർട്ണർഷിപ്പ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് റിക്കൽട്ടൺ അടി. റിക്കൽട്ടന്റെ വിക്കറ്റ് വളരെ നിർഭാഗ്യകരമായ ഒരു രീതിയിൽ ഒരു റൺഔട്ടായിരുന്നു. എന്താ പറയാ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല അദ്ദേഹം സെഞ്ചുറി അടിക്കും തന്നെയായിരുന്നു പ്രതീക്ഷ. അതുപോലെ മാരക അടിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും മുംബൈയുടെ ഇത്തവണത്തെ സെലക്ഷൻ നന്നായിട്ടുണ്ട്. കാരണം റിക്കൽട്ടനെ ഒക്കെ ടീമിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഓപ്പണിംഗ് പക്കായി. ഇനിയിപ്പോ റിക്കൽട്ടൻ മാറിയാൽ പോലും ഡീകോക്ക് അവിടെ ഇരിപ്പുണ്ട്. എത്രയെത്ര മഹാന്മാർ അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. മുംബൈയുടെ ബെഞ്ചിൽ തന്നെ ഇരിപ്പുണ്ട്. എന്തായാലും റിക്കൽട്ടന് രോഹിത് ശർമ്മയ്ക്ക് ശേഷം നമ്മുടെ തിലക് വർമ്മ വന്നു. തിലക് ഫസ്റ്റ് ബോളിൽ തന്നെ 4 തുടങ്ങിയത്. പിന്നീട് ഹാർദിക് പാണ്ഡ്യ, എന്നതാണേലും രണ്ടുപേരും തകർത്തടിച്ചു. ആ ഒരു സമയം കൊണ്ട് തന്നെ ഏകദേശം നമ്മൾ ജയിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തി. അതായത് മുംബൈ ഇന്ത്യൻസ് ഏകദേശം ഒക്കെ എടുത്തു. പിന്നെ എങ്കിൽ പോലും അവസാന ഓവറുകളിലേക്ക് കളി ഒന്ന് ഇച്ചിരി വന്നു. കാരണം ആദ്യത്തെ ഓപ്പണിംഗ് എന്താ പറയുക, ബാറ്റ്സ്മാൻമാര് രോഹിത്തും റിക്കൽട്ടനും അടിച്ച പോലെയല്ല, ഇടയ്ക്കൊന്ന് സ്ലോ ആയി. ഹാർദിക് പാണ്ഡ്യ ആണെങ്കിലും തിലക് വർമ്മയാണെങ്കിലും അടിക്കുന്നുണ്ടെങ്കിലും ആ സ്കോറിങ്ങിന്റെ വേഗത ഒന്ന് കുറഞ്ഞായിരുന്നു. അതാണ് അവസാനം വരത്തേക്കൊന്ന് നീങ്ങിയത്. പക്ഷെ എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ മാച്ച് മുംബൈ ജയിച്ചു. അതിന്റെ ഇടയ്ക്ക് എന്താ പറയാ, നമ്മുടെ തിലക് വർമ്മയുടെ വിക്കറ്റും അതിന്റെ ലാസ്റ്റ് നമ്മുടെ ഒരു നമൻ വന്നിട്ടുണ്ട്. അപ്പൊ ആ ബാറ്റ്സ്മാന്റെ ശരിക്കുള്ള പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ അദ്ദേഹം വന്നൊരു 4 അടിച്ചാണ് ആക്ച്വലി കളി ജയിച്ചത്. എന്തായാലും ബോളർമാർക്ക് ഒരു രീതിയിൽ ഒരു പരിഗണന ഇല്ലാത്തൊരു പിച്ചായിരുന്നു ഒരുക്കി വെച്ചിരുന്നത്. ബാറ്റ്സ്മാൻമാരുടെ പ്രതീക്ഷ എന്ന് തന്നെ പറയാം. ഏകദേശം 444 അല്ലെങ്കിൽ 445 റൺസാണ് 40 ഓവറിൽ നിന്നും വന്നത്. എന്തായാലും മുംബൈ ഇന്ത്യൻസ്, അതായത് ദൈവത്തിന്റെ പോരാളികൾ എന്ന് തന്നെ പറയും,
ദൈവത്തിന്റെ പോരാളികൾ വിജയിച്ചുകൊണ്ട് തുടങ്ങി. സാധാരണ തോറ്റുകൊണ്ട് തുടങ്ങുന്ന ഒരു ചരിത്രം ചില സമയങ്ങളിൽ മുംബൈ ഇന്ത്യൻസ് കാണിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ ജയിച്ചുകൊണ്ടാണ് അവർ തുടങ്ങിയത്. പണ്ടൊക്കെ നമ്മൾ ഓർക്കുന്നത് മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും, പണ്ടെന്നല്ല എപ്പോഴാണെങ്കിലും അവരുടെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവര് ആദ്യ ആദ്യ ഘട്ടങ്ങളിൽ തോറ്റ് നമ്മൾ അന്നേരം ഓർക്കും തീർന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്നാണ് അവർ പിന്നെ കയറി വന്ന് കപ്പ് അടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഒരു ടൈപ്പ് ടീമാണ് മുംബൈ ഇന്ത്യൻസ്. അപ്പം എന്താ പറയുന്നത്, ആ ഒരു ടീമിന്റെ വക വെടിക്കെട്ട് പരിപാടിയാണ് നടന്നത്. എന്തായാലും മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ നമ്മുടെ 2020 മത്സരങ്ങളെല്ലാം ഏകദേശം 200-ന് മേളിൽ റൺസ് പോകുന്നുണ്ട്. 200, 220 റൺസ് ആ ഒരു റേഞ്ചിലേക്കൊക്കെ നമ്മുടെ റൺസ് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എന്താ പറയുന്നത് ത്രില്ലടിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം അപ്പോൾ റൺസ് നന്നായിട്ട് സ്കോർ ചെയ്യും. അതായത് ബാറ്റ്സ്മാൻമാരുടെ സ്റ്റൈൽ തന്നെ മാറി. അത് അത്യാവശ്യം ഭയങ്കര മാസ് മൂവി കാണുന്ന ഒരു അവസ്ഥയാണ്. ബോളർമാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലും ഒരു പഴുതു പോലും കൊടുക്കാത്ത രീതി. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ പിച്ചിന്റെ പ്രത്യേകതയായിരിക്കും. എന്തായാലും പറയാതിരിക്കാൻ മേല കേട്ടോ. രോഹിത് ശർമ്മയുടെ ഒക്കെ ആ പുൾ ഷോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അതുപോലെ തന്നെ ഒരു രക്ഷയില്ല. നമ്മൾ പറയത്തില്ലേ, പ്രായം ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഫിറ്റ്നസ് മാറും എന്ന് പറയുന്നത്. ഇദ്ദേഹം പ്രായം മുന്നോട്ട് പോകുന്ന സമയത്ത് ഫിറ്റ്നസ് സെറ്റ് ചെയ്ത് ബാറ്റിങ്ങും കൂടെ അടിപൊളിയാക്കി. എന്തായാലും തകർപ്പൻ കളിയാണ്. ഇന്നലെയാണ് വിരാട് കോഹ്ലിയുടെ വകയും അതുപോലെ തന്നെയായിരുന്നു ബാംഗ്ലൂരിന് വേണ്ടിയിട്ട്. അപ്പം മുംബൈ ജയിച്ചു കയറിയിട്ടുണ്ട്. അജിങ്ക്യ രഹാനയുടെ കൊൽക്കത്ത തോറ്റു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കൊൽക്കത്തേനൊന്നും നമുക്ക് അങ്ങനെ എന്താ പറയുന്നത് ഈ എഴുതി തള്ളാൻ പറ്റാത്തൊരു ടീമാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരും അതുപോലെ തന്നെ വമ്പൻ ടീമാണ്. എല്ലാവരും നല്ല നല്ല പ്ലേയേഴ്സിനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് തോക്കുക എന്ന് പറയുന്ന പരിപാടികളൊക്കെ ഇല്ലേ, അതൊക്കെ നടക്കുള്ളൂ. എന്തായാലും വമ്പൻ ഒരു മത്സരമാണ് നടന്നത്. രോഹിത് ശർമ്മയ്ക്കും കൂട്ടർക്കും അഭിമാനിക്കാം. മാത്രമല്ല, സൂര്യകുമാർ യാദവിന്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്യാൻ വന്നതിന് ശേഷം ആദ്യത്തെ ബോൾ തന്നെ പുള്ളിയുടെ ഒരു എന്താ പറയുക സ്ഥിരം ഷോട്ട് ഉണ്ടല്ലോ, പുള്ളിയുടെ മെയിൻ ഒരു സാധനം, ആ പുറകോട്ട് അടിക്കുന്ന സാധനം, അത് ഓഫ് സൈഡിലേക്ക് നന്നായിട്ട് മാറി വന്നൊരു ബോള് പുള്ളി ഓഫിലേക്ക് വലിഞ്ഞു മാറി തിരിഞ്ഞു കിടന്ന് പുറകോട്ട് അടിച്ച് ഫോറാക്കി. എന്തായാലും ഇതൊക്കെ എങ്ങനെ പറഞ്ഞു തീർക്കണമെന്ന് അറിയത്തില്ല. അതാണ് അവസ്ഥ. എന്തായാലും നിർഭാഗ്യകരമായ ഒരു വിക്കറ്റാണ് നമ്മുടെ സൂര്യകുമാർ യാദവിന് പോയത്. കാരണം അദ്ദേഹം ഒരു വലിച്ചൊരു വമ്പൻ അടി അടിച്ചത്, അതായത് ബൗണ്ടറിയെ തൊട്ടില്ല എന്നുള്ള രീതി റിങ്കു സിംഗ് ക്യാച്ച് എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് സൂര്യകുമാറിന്റെ വിക്കറ്റ് പോയത്. അല്ലെങ്കിൽ സൂര്യകുമാർ ജയിപ്പിച്ചേനെ. എന്തായാലും പറയാതിരിക്കാൻ മേല, ഒരു കിടുക്ക മാച്ച് കണ്ടതിന്റെ ഒരു ത്രില്ലിലാണ് ഇരിക്കുന്നത്. കാരണം ഗാലറി വന്ന കാണികൾക്കാണെങ്കിലും ഭയങ്കര, നമ്മൾ പറയത്തില്ല, പൈസ മുടക്കി കഴിഞ്ഞാൽ അതിന് പൈസ വസൂൽ എന്ന് പറയുന്ന പോലെ ഒരു സിനിമ ഇറങ്ങി അത് സൂപ്പർ ഹിറ്റ് ആകുന്നത് പോലെയായിരുന്നു ഇന്നത്തെ മത്സരം. സൂപ്പർ ഹിറ്റ് ആയി കണ്ടിറങ്ങി വരുന്ന ഒരു സന്തോഷമായിരിക്കും ഇന്ന് കണ്ട ആരാധകർക്കും. കാരണം മുംബൈയും കൊൽക്കത്തയും തമ്മിൽ നല്ല രീതിയിൽ സിക്സുകളുടെ പെരുമഴയായിരുന്നു അവിടെ തീർന്നത്. അപ്പൊ കാണാനിരിക്കുന്നവർക്കും ഭയങ്കര ആവേശമായിരുന്നു. അപ്പൊ ഇന്നത്തെ മത്സരം കണ്ടവർക്കൊക്കെ പൈസ വസൂൽ. എന്തായാലും നാളെ ചെന്നൈ രാജസ്ഥാൻ മത്സരം വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ സഞ്ജുവിന്റെ വെടിക്കെട്ട് നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. ധോണി 2 ആഴ്ചത്തെ വിശ്രമത്തിലാണ്. അപ്പൊ അതുകൊണ്ട് സഞ്ജു ആണ് കീപ്പ് ചെയ്യുന്നത്. സഞ്ജുവിന് വേണ്ടിയിട്ട് നാളെ നമുക്ക് കളി കാണാം. സഞ്ജുവിന്റെ CSK വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും ഇന്നത്തെ കളിയെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. അപ്പം അടുത്ത ദിവസത്തെ കളിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വിലയിരുത്തലുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പണ്ടൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ പറയുമായിരുന്നു, ഇപ്പൊ ആരും പറയത്തില്ല. പക്ഷെ ഞാൻ പറയും, എനിക്ക് ഇതുകൊണ്ട് മെച്ചപ്പെടണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. ബൈ.